എന്റെ ദൈവമേ, വെള്ളം ഇവിടം വരെ എത്തിയോ? ഇക്കണക്കിന് പോയ വീടിനകത്ത് വെള്ളം കയറുമല്ലോ. ഒരു നശിച്ച മഴ. അശോ, ഇത് എന്തിനുള്ള പുറപ്പാടാണാവോ? എന്തോരം തുണി ഉണങ്ങാനുള്ളേ. ഓ, ഞാൻ എന്ത് ചെയ്യുമോ? 4 പിള്ളേരുടെ ഡ്രസ്സും. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഒരു അലവലാതി മഴ. അമ്മ ആരോടാ ഈ ഒറ്റക്ക് വർത്താനം പറയുന്നേ? നീ പിന്നെ ഇതൊന്നും കാണുന്നില്ലേ? മുറ്റത്തോട്ട് നോക്കിയേ. ഹായ്, വെള്ളം. ഓ, വെള്ളം. ഇത് വെള്ളം ഒല്ലടി മണ്ടി, ഇത് വെള്ളപ്പൊക്ക. അതിനിപ്പോ എന്താമേ, മുറ്റത്തല്ലേ? ഇത് എപ്പോഴും ഇങ്ങനെ മുറ്റത്ത് തന്നെ നിൽക്കോ? മഴ ഇമാതിരി പെയ്യുവാണെങ്കിൽ ഇത് അകത്ത് കയറൂലേ? ദൈവമേ, എന്ത് ചെയ്യൂന്ന് ഓർത്തിരിക്കുവാ ഞാൻ. അമ്മേ പ്ലീസ് അമ്മേ, ഞാൻ ആ വെള്ളത്തിൽ ഒന്നിറങ്ങി കളിച്ചോട്ടെ. എൻ്റെ നിന്ന് മേടിക്കണ്ടെങ്കിൽ അകത്തോട്ട് കയറി പൊക്കോ. ഒരാൾ ഇറങ്ങിയാൽ മതി, പുറകെ പാലൊക്കെ ബാക്കി 3 പേരും ഇറങ്ങിക്കോളും. ചുമയും പനിയും വന്ന് കിടന്നിട്ട് ആരും നോക്കാനാ? ഇവിടെ തുണി ഉണങ്ങുന്നില്ല, അപ്പോഴാണെങ്കിൽ പിള്ളേരെയും കൂടി നോക്കണേ. അമ്മയ്ക്ക് എന്താ ഇപ്പം ഇത്ര അരിശം? ഇങ്ങനെയൊന്നും അല്ലല്ലോ അമ്മ ഏപ്രിൽ മെയ്യിൽ പറഞ്ഞത്. അയ്യോ, ഒരു മഴ കിട്ടിയാൽ മതിയായിരുന്നു, എന്തൊരു ചൂടെന്നൊക്കെയല്ലേ പറഞ്ഞത്. എന്നും പറഞ്ഞ് വെള്ളപ്പൊക്കം ഉണ്ടാവണ മഴ വേണമെന്ന് ഞാൻ പറഞ്ഞോ? അങ്ങനെയല്ലമ്മേ. നീ കൂടുതലൊന്നും പറയണ്ട, 10ാം ക്ലാസ് അല്ലേ, പോയിരുന്നു പഠിച്ചേ. ഓ, എനിക്ക് തോന്നി ഇത് പറയൂന്ന്. ഞാൻ പോവാ. മിണ്ടാതിരിയുടെ കുണുക്കി, ഞാനൊന്ന് നോക്കട്ടെ. ഇത് എത്ര നേരായി? ഒന്ന് അടങ്ങട കുണുക്ക, ഇപ്പൊ അറിയാലോ. ആഹാ, നിങ്ങൾ ഇവിടെ ഇരുന്ന് കാർട്ടൂൺ കാണുവാണോ? മുറ്റത്തോട്ട് വന്നേ, ഒരു സൂത്രം കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ എങ്ങോട്ടുമില്ല, ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കിയിരിക്കുക. പ്രധാനപ്പെട്ട കാര്യമോ? എന്ത്? ന്യൂസോ? നിങ്ങൾ ന്യൂസ് കാണുവാണോ? എൻ്റെ പൊന്ന് നിത്യേച്ചി, ഈ പെരുമഴ കാരണം കളക്ടർ ചിലപ്പോൾ ലീവ് തരും. അത് കാണാൻ വേണ്ടി ഇരിക്കുക ഞങ്ങൾ. ആണോടി, ലീവ് കിട്ടോ? എൻ്റെ പൊന്ന് കളക്ടർ സാറേ, ഒരു ലീവ് തരണേ എന്നും പറഞ്ഞ് ഞാൻ അച്ഛൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് കയറി കളക്ടറിന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടെന്നാ തോന്നണേ. ചിലപ്പോൾ ലീവ് തരും, വാർത്തയിൽ പറയുമ്പോൾ അറിയാലോ. കളക്ടറോ? അതെന്ത് പറ്റിയടി കുണുക്കി? നിനക്ക് വലുതാകുമ്പോൾ ടീച്ചർ ആവണമെന്ന് പറഞ്ഞല്ലേ നീ കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞേ? എടി, ന്യൂസ് നോക്കി നിന്നിട്ട് എത്ര നേരം? ഇതിനകത്തൊന്നും പറയൂലെന്നാ തോന്നണേ. നമുക്ക് ഫേസ്ബുക്കിൽ കളക്ടറിൻ്റെ പേജിൽ പോയി നോക്കാം. അത് നേരാണല്ലോ, അതാ എളുപ്പം. ഈ ന്യൂസ് നോക്കി എത്ര നേരം ഇരിക്കുന്നു? അതൊക്കെ പോട്ടെ, നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാം. നിങ്ങൾ വീടിൻ്റെ മുറ്റത്തോട്ട് വന്നേ. ഇവിടെ ഇരുന്നല്ലേ എങ്ങനെ കാണണേ? അങ്ങോട്ട് വാ. നിങ്ങൾ ആദ്യം പോയി കാണ്, ഞാനൊരു സാധനം എടുത്തോണ്ട് പുറകെ വരാം. അതെന്താ ചേച്ചി? അതൊക്കെ പറയാം. നിങ്ങൾ വീട്ടിൻ്റെ മുറ്റത്തോട്ട് പോ, പിന്നെ അമ്മ അടുക്കളയില, അമ്മ കാണാതെ വേണോട്ടോ പോവാൻ. ഇതേ നോക്കിയേ, നിത്യേച്ചി പറഞ്ഞ ശരിയാണല്ലോ, നമ്മുടെ മുറ്റത്ത് വെള്ളം കയറി. അമ്മ കണ്ടാ കൊല്ലു, എന്നാലും സാരിയില്ല, നമുക്ക് ഇറങ്ങാം. അല്ല, നിത്യേച്ചി എന്തോ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. ഹായ് കടലാസ് തോണി, വേഗം പാടി, നമുക്കിത് ഒഴുക്കി വിടാം. ഓ, എത്ര നാളെ ഇങ്ങനെ കടലാസ് തോണിയൊക്കെ ഒഴുക്കിയിട്ടല്ലേ ചേച്ചി? ശരിയാണല്ലോ, ഭയങ്കര ഒച്ച. അയ്യോ ദേടി, നോക്കിയടി, നമ്മുടെ വീട്ടിലോട്ട് വെള്ളപ്പൊക്കം കൂടിക്കൂടി വരുവാ. എടി, വേഗം അകത്തേക്ക് കയറിക്കോ, വെള്ളം കൂടിക്കൂടി വരുവാ. എന്റെ ദൈവമേ, ഞാൻ എന്തായി കാണണേ? ഇത് വീട് മുങ്ങിപ്പോകുമെന്നാണല്ലോ തോന്നണേ. അമ്മ, ഞങ്ങൾക്ക് പേടിയാവുന്നു. എല്ലാരും ഉണ്ടല്ലോ, പിള്ളേരെയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ. നിങ്ങളോട് ആരാ പറഞ്ഞ? വേഗം അകത്ത് കയറിയിട്ട്, അല്ലെങ്കിൽ എന്റെ കിട്ടും നിനക്കിട്ടൊക്കെ. അയ്യോ, വെള്ളം കയറുവാണല്ലോ. ഞാൻ അച്ഛനെ വേഗം വിളിക്കട്ടെ, നിങ്ങൾ അകത്തോട്ട് കയറുക. എന്റെ ദൈവം, ഇത് എന്തൊരു വെള്ളപ്പൊക്ക! ഇതുവരെ ഇത്രയും വെള്ളം ഇവിടെ കയറിയിട്ടില്ല. അമ്മ, അച്ഛൻ എന്ത് പറഞ്ഞു? വെള്ളം കയറാൻ തുടങ്ങി അറിഞ്ഞപ്പോ തന്നെ അച്ഛൻ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്നാവോ? റോഡൊക്കെ മുങ്ങിയെന്നാ തോന്നണേ. അമ്മേ, നമ്മൾ എന്ത് ചെയ്യുമേ? നമ്മൾ വെള്ളത്തിൽ മുങ്ങി പോകുമോ? എനിക്ക് പേടിയാവണേ. വേണ്ട, മക്കളാരും പേടിക്കണ്ട. അച്ഛൻ ഇങ്ങോട്ട് വന്നോട്ടെ, നമുക്ക് എങ്ങോട്ടെങ്കിലും മാറാം. അകത്ത് കയറുമെന്നോ എന്റെ പേടി. അമ്മ, നമ്മൾ മാത്രമായിട്ട് എങ്ങനെയാ അമ്മ ഇറങ്ങണേ? നമ്മുടെ സാധനങ്ങൾ മുഴുവൻ ഈ വീട്ടിൽ ഇരിക്കുമല്ലേ, അതൊക്കെ നനയൂല്ലേ? എന്റെ പൊന്നു മോളെ, ആദ്യം നമ്മൾ ജീവൻ രക്ഷിക്കാൻ നോക്കണം, എന്നിട്ടാണ് സാധനങ്ങൾ. അയ്യോ എന്റെ ദൈവമേ, എന്തു പറ്റിയമ്മേ? എടി, വെള്ളം വീടിനകത്തോട്ട് കയറാൻ തുടങ്ങിയത് സിറ്റൗട്ട് വരെ എത്തി. അമ്മ, എനിക്ക് പേടിയാവുന്നു. അച്ഛനല്ലേ ഇത്? മാധവ് ചേട്ടാ, ഇത് എവിടെയാ? കുട്ടികൾ ഓരോരുത്തരെ കൊണ്ട് നീങ്ങി പുറത്തേക്ക് വാ. ഞാൻ പുറത്ത് തോണിയായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് വേഗം ഇവിടുന്ന് പോകാം. അയ്യോ, തോണിയിലാണോ നമ്മ പോകുന്നേ? അതെ മക്കളെ, തൽക്കാലം നമുക്ക് പോകാം. അച്ഛൻ തോണിയായിട്ട് വന്നിട്ടുണ്ടെന്നാ പറയുന്നേ. വാ, എന്റെ കൈ പിടിച്ച് ഓരോരുത്തരും ഇറങ്ങ. മുട്ടുവരെ വെള്ളം ഉണ്ടെന്നാ തോന്നണേ. കുണുക്കൻ ഇങ്ങ് വാ, അമ്മ എടുത്ത് കയറ്റാം. മാധവൻ ചേട്ടാ, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? തൽക്കാലം നമുക്ക് ഈ വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷപ്പെടാം. റോഡ് എത്തട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. നമ്മൾ ക്യാമ്പിലേക്ക് പോകുവാണോ? ക്യാമ്പിലേക്ക് ഇപ്പൊ പോകണ്ട, അമ്മയുടെ വീട്ടിലൊന്നും വെള്ളം കയറൂലല്ലോ, നമുക്ക് അങ്ങോട്ട് പോകാം.